Okay, good afternoon, all of you. Okay, all of you mark your attendance. Mark your attendance now. അപ്പോൾ നമ്മൾ ചാച്ചാ നെഹ്റുവിൻ്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് അല്ലേ? നമ്മൾ പദം പരിചയപ്പെടുക എന്നുള്ളത് പറഞ്ഞു, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത് മക്കളെ? ഇപ്പം നമ്മൾ ഏത് എത്തി? 3 ആക്ടിവിറ്റീസ് 3. ജീവചരിത്ര രേഖ പൂർത്തിയാക്കുക, അതല്ലേ നമ്മൾ ചെയ്യുന്നേ? ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. താഴെ നമ്മൾ ചാച്ചാജി ജീവചരിത്ര രേഖ അല്ലേ, അവിടെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അതില് ഫസ്റ്റ് പേര് എന്താ എഴുതേണ്ടത്? മുകളിലത്തെ റെഡിങ്കിൽ കാണുന്ന കാര്യങ്ങളാണ് നമുക്ക് താഴെ എഴുതേണ്ടത് അല്ലേ? എന്താ പേര് ചാച്ചാ നെഹ്റുവിന്റെ ഫുൾ നെയിം എന്താ? എഴുതിക്കോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അത് എഴുതിക്കോ, ജവഹർലാൽ നെഹ്റു. ആ റെഡ് ഇങ്കിൽ കാണുന്നതാണ് മക്കള് എടുത്ത് താഴെ എഴുതേണ്ടത്. ശ്രദ്ധിച്ച് എഴുതണം, തെറ്റാതെ. ഓക്കെ, മിസ് എഴുതി തരണോ? ഇനി അവിടെ ഉണ്ടല്ലോ അല്ലേ, ജവഹർലാൽ നെഹ്റു. മുകളിൽ കണ്ടോ റെഡിങ്കില് ഒന്നാമത്തത്? അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കിയേ, ജനനം. എത്രയിലാ ജനിച്ചത് അദ്ദേഹം? ഓക്കെ, 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. എഴുതിക്കോ. ആദ്യത്തെ ഫസ്റ്റ് വൺ പേര് എന്നുള്ളടുത്ത് ജവഹർലാൽ നെഹ്റു എന്ന് എഴുതുക. നെക്സ്റ്റ് ജനനം 1889 നവംബർ 14. നെക്സ്റ്റ് വൺ എന്താ ചോദിക്കുന്നേ? ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേര് എന്തായിരുന്നു? ഇന്ദിര പ്രിയദർശിനി. ഓക്കെ, ഇന്ദിര പ്രിയദർശിനി. അപ്പൊ മൂന്നാമത്തെ നമ്മൾ എന്താ ഫില്ല് ചെയ്യേണ്ടത്? ഇന്ദിര പ്രിയദർശിനി. ശ്രദ്ധിച്ച് എഴുതണേ, തെറ്റാതെ മുകളിലത്തെ നോക്കി താഴെ എഴുതണം. ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഏത്? ഏറ്റവും താഴെ ഒരു കുളവില്ലേ, അവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. മരണം എന്നാണ് അവിടെ വേണ്ടത്, അത് നിങ്ങൾ എഴുതി ചേർക്കണം. ആദരപ്പേര് കഴിഞ്ഞിട്ട് മരണം. മരണം അല്ലേ 1964 മെയ് 24 എന്താ ചെയ്തേ? ചാച്ചാജി മരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അല്ലേ? ഓക്കെ, അപ്പം മരണം എന്നാണ് നമ്മുടെ ലാസ്റ്റിൽ എഴുതേണ്ടത്. അവിടെ വിട്ടുപോയതാന്ന് തോന്നുന്നു, ഇവിടെ അത് എഴുതണം. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ്? മകളുടെ പേര് ഇന്ദിര പ്രിയദർശിനി. ആയിഷ എഴുതിയ മോനെ? ആയിഷേ വേഗം എഴുതിയേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് പുസ്തകം. എന്താ പുസ്തകത്തിന്റെ പേര്? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്, പുസ്തകത്തിന്റെ പേര്. എഴുതിക്കോ. അടുത്ത് ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ എഴുതേണ്ടത്? ശിശുദിനം. ശിശുദിനം എന്താ അതിന് നേരെ വേണ്ടേ? നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് അല്ലേ നമ്മള്? എന്ന് എഴുതിക്കോ. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, ജന്മദിനം എന്ന് എഴുതിയാൽ മതി. അദ്ദേഹത്തിന്റെ ജന്മദിനം. നാസാമറിയം കംപ്ലീറ്റ് ചെയ്തോ മോളെ? ഫിനിഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, ചുവന്ന പൂ. എന്താ? ചൂടുന്ന പൂവ്. ഓക്കെ, ചൂടുന്ന പൂന്നാണ്. ചുവന്ന പനിനീർ പൂ എന്ന് എഴുതണം.
അല്ലേ? നെക്സ്റ്റ് ആദരപ്പേര്. രാഷ്ട്രശില്പി. അന്നേരം നമ്മ ആദരവോടെ അദ്ദേഹത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ലാസ്റ്റ് വൺ കോളത്തിൽ നിങ്ങൾ എന്ത് എഴുതണം എന്നറിയോ? ആദരപ്പേര് എന്നുള്ളതിന്റെ താഴത്തെ കോളത്തിൽ മരണം എന്ന് എഴുതണം. മരണം എന്ന് എഴുതിയിട്ട്, മരണം എന്ന് എഴുതാൻ അറിയില്ലേ? മരണം എന്ന് എഴുതി അതിന് നേരെയാണ് എഴുതേണ്ടത് 1964 മെയ് 24. ഓക്കെ, വെരി ഗുഡ്. അത്രയാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്. എല്ലാവരും ചെയ്തോ മക്കള്? നോക്കി എഴുതിക്കോ. എഴുതിയോ? ഫിനിഷ് ആണോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിത്യ, അനൂപ്, ജോവിൻ, ജോയൽ, അലൻ, അൻവിത, സൽമാൻ, നാസ, ആരവ് ഫിനിഷായി. സേറ, മരിയ, ഷൈജു, നീലാഞ്ജനി ഉണ്ട്, ആയുഷ്, ഐഫൂൻ എഴുതി, ഇർഷാദ്, അയാൻ വിജേഷ്, ദേവർഷ, ഇഷികാരാജ്, അമൃത. ബാക്കി എല്ലാവർക്കും കംപ്ലീറ്റ് ആണോ? ഫിനിഷ് ആണോ അത്? എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഒന്നുകൂടി മിസ് അത് വായിക്കാം. എന്താണ് ഫസ്റ്റ് വൺ? പേര് എന്നുള്ളിടത്ത് ജവഹർലാൽ നെഹ്റു. ജനനം 1889 നവംബർ 14. മകളുടെ പേര് ഇന്ദിരാ പ്രിയദർശിനി. പുസ്തകം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ശിശുദിനം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ചൂടുന്ന പൂ ചുവന്ന പനിനീർപ്പൂ. ആദരപ്പേര് രാഷ്ട്രശില്പി. മരണം 1964 മെയ് 24 അല്ലേ? ഓക്കെ, അത്രയാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. നമ്മൾ എല്ലാവർക്കും ഫിനിഷ് ആയെങ്കിൽ മിസ്സിനോട് പറയണം. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, all of you finish? Yes. Okay, അൻവിത കഴിഞ്ഞോ? അൻവിത ഓക്കെ. സൽമാന് കഴിയണത്രേ. ഇർഷാദേ എഴുതി കഴിഞ്ഞോ? നീലാഞ്ജന കഴിഞ്ഞു. അമൃത? അമൃത കഴിഞ്ഞില്ലേ? ആരാ ഇപ്പം വിളിച്ചതിനോട് സുഖമില്ലാന്നോ മറ്റോ പറഞ്ഞല്ലോ? ഇർഷാദിന് എന്ത് പറ്റി? ഇർഷാദേ പനിക്കുന്ന ടീച്ചറെ, പനി ജലദോഷം. അപ്പൊ മരുന്ന് കൊടുത്തിട്ടുണ്ട് രാവിലെ. അപ്പൊ പിന്നീട് ഒന്ന് ഫില്ല് ചെയ്യിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്താ മതി കേട്ടോ. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഠിപ്പിച്ചില്ലല്ലോ? ഇല്ല ഇല്ല. ഇത് ഞാൻ ഇപ്പൊ പറയും. നാലാമത്തത്. ഓക്കെ, അപ്പൊ നാലാമത്തെ ആക്ടിവിറ്റി എടുത്തെഴുതുക. ശ്രദ്ധിക്കണേ മക്കളെ. അതില് ബാപ്പുജി. ആരാ ബാപ്പുജി? എഴുതി കഴിഞ്ഞോ? ബാപ്പുജി ആരാ? ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ വിളിക്കുന്നേ ചാച്ചാജി അല്ലേ? അടുത്ത സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധിയുടേതാണ് ബാപ്പുജി. അടുത്ത ചാച്ചാജി ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് താഴേക്കത് എടുത്തെഴുതണം. എഴുതിക്കോ മക്കള്. എന്തെടുത്തെഴുതണം? ബാപ്പുജി മഹാത്മാഗാന്ധി, ചാച്ചാജി ജവഹർലാൽ നെഹ്റു,
നേതാജി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ഓക്കെ, ബാക്കി രണ്ടുപേരെയും നിങ്ങൾക്ക് അറിയാം. ഒരാളെ നിങ്ങൾ 1ാം ക്ലാസ്സിൽ നിന്ന് മഹാത്മാഗാന്ധിനെ പഠിച്ചു. ഇപ്പൊ നമ്മൾ 2nd സ്റ്റാൻഡേർഡിൽ നിന്ന് എന്താ പഠിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പഠിച്ചു. അടുത്ത നമ്മൾ 3ാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ നേതാജി എന്നാണ് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് അല്ലേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ അത് തന്നെ താഴെ എടുത്ത് എഴുതണം. നോക്കി എഴുതണേ മക്കളെ, തെറ്റിക്കാതെ എഴുത്. മിസ്സേ, ഞാൻ നാളെ സ്കൂളിൽ വരുന്നുണ്ട്. അൻവിതയാണോ? ആദിത്യനൂപ്. ആ, വരുന്നുണ്ടോ? ബസ്സിലാണോ വരുന്നത്? ഓക്കെ, ബസ്സിന്റെ ഗ്രൂപ്പിൽ പറയണേ കേട്ടോ. ഓക്കെ, നാളെ വരുന്നുണ്ടെന്ന് പറയണേ. ഓക്കെ, അപ്പൊ അവർ പിക്ക് ചെയ്തോളും. ഓക്കെ, അപ്പൊ അത് എഴുതി കഴിഞ്ഞോ? എഴുതിയോ? അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ എഴുതിയതിന് ശേഷം പിന്നീട് നിങ്ങൾ എഴുതില്ല. ഈ സമയത്ത് തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. ആയിഷ അതും ഫിനിഷ് ചെയ്തു. ആയിഷേ, നീലാഞ്ജന കഴിഞ്ഞോ? ഇല്ല, എഴുതിക്കോ. മിസ്സേ, അമൃത ഫിനിഷ് ആണോ? ഓക്കെ, വെരി ഗുഡ്. ഫിനിഷ്. ഓക്കെ, ദേവർഷ വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാ? ഫിനിഷായോ? എല്ലാവർക്കും ഫിനിഷായോ? അപ്പൊ അടുത്തത് വായിക്കട്ടെ. കഴിഞ്ഞോ മക്കൾക്ക്? അപ്പൊ എന്തൊക്കെയാ നമ്മൾ എഴുതി? ബാപ്പുജി, മഹാത്മാഗാന്ധി, ചാച്ചാജി, ജവഹർലാൽ നെഹ്റു, നേതാജി, സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, പകർത്തി എഴുതിയോ എല്ലാവരും? അടുത്തത് 5ാമത്തത് കത്ത് പൂർത്തിയാക്കുക അല്ലെ? താഴത്തെ എന്താ? കത്ത് പൂർത്തിയാക്കുക. അപ്പൊ യോജിച്ച പദങ്ങൾ ചേർത്ത് മറുപടി കത്ത് പൂർത്തിയാക്കുക. അവിടെ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് സന്തോഷം, ശിശുദിനം, സമ്മാനം, അച്ഛൻ, ചാച്ചാജി. ഇത്രയും പദങ്ങൾ നമുക്ക് അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട അച്ഛന് സ്കൂളിൽ ഇന്നലെ ഡേഷ് ആഘോഷിച്ചു. എന്താ ആഘോഷിച്ചു എന്നാ പറയണ്ടേ? ശിശുദിനം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ എന്താ എഴുതേണ്ടത്? ശിശുദിനം. ബ്രാക്കറ്റ് തന്നതിൽ നിന്ന് 2ാമത്തത് ശിശുദിനം. ശിശുദിനം എഴുതിക്കോ മക്കളെ. എഴുതിയോ? അലൻ എഴുതിയോടാ? ശിശുദിനം.
ശിശുദിനം. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് അതാണ് എഴുതേണ്ടത്, ശിശുദിനം. നെക്സ്റ്റ് നോക്കിയേ, ഡേഷ് യെ കുറിച്ച് പ്രസംഗിക്കാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. ആരെ കുറിച്ച് സംസാരിക്കാനാണ്? ചാച്ചാജി എന്നല്ലേ നമ്മുടെ ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ ചാച്ചാജി, ചാച്ചാജിന്ന് ലാസ്റ്റാ ഉള്ളത് ബ്രാക്കറ്റില്. ജി ശ്രദ്ധിച്ചെഴുതണേ, വള്ളിയൊക്കെ ഇടണം. ചാച്ചാജി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഡേഷിൽ എന്താ എഴുതേണ്ടത് നമ്മള്? ചാച്ചാജി. ചാച്ചാജിയെ കുറിച്ച് പ്രസംഗിക്കാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. ഡേഷ് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പ്രസംഗിച്ചു. അച്ഛൻ, അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ അല്ലെ, അച്ഛൻ എന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അച്ഛൻ എഴുതുമ്പോ തെറ്റില്ലേ? മിസ് മൗസ് കൊണ്ട് എഴുതുമ്പോ അത്ര ക്ലിയർ ആവില്ല കേട്ടോ. അച്ഛൻ ഏതാണെന്ന് മനസ്സിലായോ? നാലാമത്തത് ബ്രാക്കറ്റില് 1 2 3 4 നാലാമത്തത് അച്ഛൻ. അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പ്രസംഗിച്ചു. ടീച്ചർ എനിക്ക് ഡേഷ് തന്നു. എന്താ തന്നേ? സമ്മാനം. ഉമ്മായാണേ. സമ്മാനം എഴുതി അനുസ്വാരൂപം. സമ്മാനം. സമ്മാനം തന്നു. എനിക്ക് വളരെയധികം ഡേഷ് തോന്നി. എന്താ തോന്നിയ? സന്തോഷം. വെരി ഗുഡ്. ഓക്കെ, സന്തോഷം. സന്തോഷം. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഫസ്റ്റ് വൺ ബ്രാക്കറ്റിലത്തെ. അപ്പോ ഒന്നുകൂടി മിസ് അത് വായിക്കാം മുഴുവനും. ഡേറ്റും പ്ലേസും ഡേറ്റും തന്നിട്ടുണ്ട്. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് സ്കൂളിൽ ഇന്നലെ ശിശുദിനം ആഘോഷിച്ചു. ചാച്ചാജിയെ കുറിച്ച് പ്രസംഗിക്കാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പ്രസംഗിച്ചു. ടീച്ചർ എനിക്ക് സമ്മാനം തന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അച്ഛൻ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. സ്നേഹത്തോടെ ആരതിമോൾ. അപ്പൊ എല്ലാം ഫില്ല് ചെയ്തോ? സൽമാൻ 4 മണിയാവും. 4 മണി ആവില്ല, ഞാൻ കുറച്ച് മുന്നേ നിങ്ങളെ വിടാം. നിങ്ങൾ അടുപ്പിച്ച് 2 ക്ലാസ്സിൽ ഇരിക്കുന്നതല്ലേ അല്ലേ? ഓക്കെ, നമുക്ക് ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു പേജ് ഓക്കെ, ഫിനിഷ് ആണോ എല്ലാവർക്കും? അപ്പൊ ഫസ്റ്റ് സ്ഥലത്ത് ശിശുദിനം എന്ന് എഴുതണം. നെക്സ്റ്റ് ചാച്ചാജി എന്ന് എഴുതണം. അടുത്തത് അച്ഛൻ, പിന്നെയോ സമ്മാനം, ലാസ്റ്റില് സന്തോഷം. ഇത്രയാണ് ഫില്ല് ചെയ്യേണ്ടത്. നാൻസ മറിയം ബോർഡിൽ വരക്കല്ലേ മിസ്സിന്റെ.
Finish. ഓക്കെ ഫിനിഷ്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞോ? Miss finish. Amrita finish ആക്കി. ഓക്കെ ഓക്കെ ഫിനിഷ് ആണ് എല്ലാവർക്കും. Miss ഞാൻ finish ആക്കി. ഫിനിഷ് ആയോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കിയേ, ലാസ്റ്റ് നോക്കിയേ മക്കളെ, അടുത്ത പേജ് എടുത്തേ. 6 ആക്ടിവിറ്റീസ് 6. ആശംസാ കാർഡ് തയ്യാറാക്കാം. ഉചിതമായ വാക്യം ചേർത്ത് ശിശുദിനാശംസാ കാർഡ് തയ്യാറാക്കുക എന്നാണ് ഉള്ളത് അല്ലേ? എന്നിട്ട് നമുക്കൊരു ആശംസാ കാർഡ് അവിടെ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട നന്ദനയ്ക്ക് ശിശുദിനാശംസകൾ, നിന്റെ കൂട്ടുകാരി ആരതി. അപ്പൊ നിങ്ങൾ ഒരു ആശംസാ കാർഡ് തയ്യാറാക്കണം ഇതുപോലെ വെച്ചിട്ട്. മക്കള് ചെയ്യില്ലേ? ഒന്നുമില്ല, എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ പേര്, പ്രിയപ്പെട്ട ഇന്നാൾക്ക് അല്ലേ, എന്നാൾക്ക് എഴുതുക. എന്നിട്ട് കോമ ഇടുക. എന്നിട്ട് എന്ത് എഴുതണം? ശിശുദിനാശംസകൾ. എന്നിട്ട് താഴെ നിന്റെ കൂട്ടുകാരി ഇന്നയാൾ. മനസ്സിലായോ? ഏത് കൂട്ടുകാരിക്കാ എഴുതേണ്ടതാണോ ആലോചിക്കുന്നത്? കൂട്ടുകാരനെയോ കൂട്ടുകാരിക്കോ എഴുതാം കേട്ടാ. അപ്പൊ എന്ത് എഴുതണം? പ്രിയപ്പെട്ട, ആരുടെ പേരാ പറയണ്ടേ? ആർക്കെങ്കിലും ശിശുദിനാശംസകൾ, നിന്റെ കൂട്ടുകാർ ആരതി. അപ്പൊ ഉചിതമായ വാക്യം ചേർത്ത് ശിശുദിനാശംസ കാർഡ് തയ്യാറാക്കിയാൽ മതി. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുമോ മക്കളെ? യെസ്, ചെയ്യൂ അല്ലേ? ഓക്കെ. പിന്നീട് എന്താ പറഞ്ഞു നോക്കിയേ, 7-മത്തത് ആൽബം തയ്യാറാക്കാം. ആൽബം തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ ഈ ആശംസ കാർഡ് തയ്യാറാക്കുക കേട്ടോ. എനിക്ക് മിസ്സിന് കാണിച്ചു തരണേ. ഇതിൽ തന്നെ ഫോട്ടോ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് കാണിച്ചു തന്നാലും മതി. ഇനി 7-മത്തെ നോക്കിയേ, ആൽബം തയ്യാറാക്കാം. എന്താ ചെയ്യണ്ടേ നോക്കിയേ, രാഷ്ട്ര നേതാക്കളുടെ ഫോട്ടോ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. രാഷ്ട്ര നേതാക്കളെ കുറിച്ച് അറിയോ? നമ്മളിപ്പോ 2 പഠിച്ചു. ആരൊക്കെ പഠിച്ചു? മഹാത്മാഗാന്ധിനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോ ജവഹർലാൽ നെഹ്റുവിനെ പഠിച്ചു. അങ്ങനെ കുറേ പേരില്ലേ അല്ലേ? ബോസ് ഉണ്ട്, ബാലഗംഗാധര തിലക്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവരുടെ ഫോട്ടോ ഒക്കെ എഴുതുന്ന ശേഖരിക്കുക അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പഴയ നോട്ട്ബുക്കെല്ലാം എഴുതി കഴിഞ്ഞ നോട്ട്ബുക്കിലെല്ലാം എഴുതിയാൽ മതി. പുതിയ നോട്ടൊന്നും മേടിക്കണ്ട അതിനായിട്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആൽബം ശേഖരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ചെറിയൊരു ആൽബം പോലെ തൽക്കാലം, നിങ്ങൾ വേറെ ബുക്കിൽ ചെയ്യുന്നില്ലെങ്കിലും കേട്ടോ. കുറച്ചാളെ ഇവിടെ ഒട്ടിക്കാൻ പറ്റൂ. ആൽബം എന്ന് പറയുമ്പോൾ കുറേ വേണമായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ഈ ഒരു പാഠത്തിന്റെ വർക്കുള്ളത്. കഴിഞ്ഞില്ലേ നേരം? അത്രയല്ലേ മക്കളെ? ഇനി അടുത്ത ലെസൺ അല്ലേ? ആണോ? അതെ. എന്നാ അടുത്ത ലെസന്റെ പേരെന്താ? ഓക്കെ, കളി. അപ്പൊ കളി എല്ലാവർക്കും ഇഷ്ടാണോ? കളി അല്ലേ? കളി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും കളി ഇഷ്ടമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഈ കളി എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത്? കളിയിലൂടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രയോജനങ്ങൾ ഉള്ളത്? അറിയോ? കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടുക? പറഞ്ഞോ. ശരീരത്തിന് നല്ലതാണ്. ശരീരത്തിൽ നല്ലതാണ്. എങ്ങനെ നല്ലതാ? നമുക്ക് ശാരീരികമായും മാനസികവുമായുള്ള ഉത്തേജനം ലഭിക്കും അല്ലേ കളിയിലൂടെ? നല്ല വ്യായാമം പറ്റുന്ന കളികളുണ്ട് അല്ലേ കിട്ടുന്നത്. പിന്നെ മാനസിക ഉന്മേഷവും നൽകും അല്ലേ? അപ്പൊ ശാരീരികമായതും മാനസികവുമായ ഉന്മേഷം നൽകുന്നതാണ് കളി അല്ലേ? അപ്പോ കളി എല്ലാ കാര്യത്തെ പോലെ തന്നെ പ്രധാനമാണ്. അതുകൊണ്ട് ദിവസവും ഒരുപാട് നേരം കളിക്കുക, ഫുൾ ടൈം കളിക്കുക എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നിങ്ങൾ കളിക്കുക. ഉച്ചവെയിലിന് പോയിട്ട് കളിക്കുന്നതൊന്നും ശരീരത്തിന് ഗുണം ചെയ്യില്ല അല്ലേ? അപ്പൊ വൈകുന്നേരവും രാവിലെയും കുറച്ച് വ്യായാമം നമുക്ക് നല്ലതല്ലേ? അതുകൊണ്ട്
നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെയോ വൈകുന്നേരമോ തണൽ സമയത്ത് കളിക്കുക അല്ലേ. അപ്പൊ അത് നമുക്ക് ശാരീരികമായും മാനസികമായും ഉന്മേഷം കിട്ടും, ഉന്മേഷം നൽകുന്നതാണ് അല്ലേ. അതുപോലെയാണ്, അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കളിയായിരിക്കും കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഫസ്റ്റ് അല്ലേ. അത് കഴിഞ്ഞേ ബാക്കി എന്തും ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ എങ്ങനെയാ, ഈ ശാരീരികവും മാനസികവുമായ കളി മാത്രമാണോ നിങ്ങൾക്കുള്ളത്? അല്ല, നിങ്ങൾ വേറെ ഒരു മോശം കളി കളിക്കാറുണ്ട്. എന്ത് കളിയാ? ഇപ്പൊ കുറച്ചു നാളായി ഈ കൊറോണയ്ക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, എങ്ങനെയാ ഈ കളികള് എങ്ങനെയാണ് പറഞ്ഞോ? മൊബൈൽ ഗെയിംസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മൊബൈൽ ഗെയിംസിലായി ഇപ്പൊ നമ്മൾ. അപ്പൊ നമ്മൾക്ക് ശാരീരികവും മാനസികവുമായ ഉന്മേഷം അല്ല നൽകുന്നത് കേട്ടോ. അത് നമ്മുടെ തലച്ചോറിനെ തന്നെ ബാധിക്കുകയില്ല. നിങ്ങൾ സ്ഥിരമായി അവിടെ ഇരുന്ന് ഈ ഗെയിമിൽ ഇങ്ങനെ കയറിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അവസാനം നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മൊബൈൽ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും പോലെ നമ്മള് അപ്പൊ നമ്മള് വാട്സപ്പിൽ ഇപ്പൊ ചില കുട്ടികളെ കാണുന്നുണ്ടോ, ഈ ഗെയിം മൊബൈൽ കയ്യിലൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഞെക്കുന്ന കളി പോലെ കുട്ടികൾ ആ ഒരു രീതിയിലേക്ക് വന്നു പോകുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാ? ഫുൾ ടൈം അതിൽ തന്നെ കളിച്ചു കഴിഞ്ഞാല് കണ്ണിന് മോശമാണ്, തലയ്ക്ക് മോശമാണ് അല്ലേ. അങ്ങനെ സർവത്ര മോശമാണ് അങ്ങനത്തെ കളികൾ. മിസ് പറഞ്ഞ കളികൾ അതല്ല കേട്ടോ. വൈകുന്നേരവും രാവിലെയും ഒക്കെ കളിക്കുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം വരുന്ന ഗെയിംസ് ഉണ്ട്. അതാണ് നിങ്ങൾ കളിക്കേണ്ടത് അല്ലേ. അത് നിങ്ങൾക്ക് ഉഷാറുണ്ടാക്കും അല്ലേ, ഉന്മേഷം തരും. ഓക്കെ, അപ്പൊ ആ കളിയെ കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അല്ലേ. എല്ലാവരും റെഡി അല്ലേ അടുത്ത ക്ലാസ്സിൽ കളി എന്ന പാഠം എടുക്കാൻ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ. കുറച്ച് മുമ്പേ ക്ലാസ് വിടാന്ന് മിസ് നേരത്തെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി 4 മിനിറ്റേ ഉള്ളൂ, കഴിയാറായി. ഓക്കെ ബൈ. ബൈ, സി യു in the next class. Okay bye. Okay bye. Bye, see you.